പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് 2026 മാർച്ച് മാസം 14 നമ്മുടെയൊക്കെ സ്വപ്നങ്ങളുടെ ചരട് ആരുടെ കൈവശമാണ്? അത് നമ്മൾ ഓരോരുത്തരുടെയും കയ്യിൽ തന്നെയാണല്ലേ. 147 വർഷങ്ങൾക്ക് മുൻപാണ്, കൃത്യമായി പറഞ്ഞാൽ 1879 ഇതേ ദിവസം ജർമ്മനിയിൽ ജനിച്ചൊരു കുട്ടിയുടെ കഥ ഞാൻ പറയട്ടെ. സാധാരണ കുട്ടികൾ സംസാരിക്കുന്ന പ്രായമായിട്ടും ആ കുട്ടി സംസാരിച്ചു തുടങ്ങിയിരുന്നില്ല. മറ്റു കുട്ടികൾ കലപില കൂട്ടുമ്പോൾ ചുറ്റുമുള്ളതെല്ലാം വളരെ കൗതുകത്തോടെ മാത്രം നിരീക്ഷിച്ച് നിശബ്ദനായിരിക്കുന്ന അവൻ എന്തോ പ്രശ്നമുണ്ടെന്ന് അവൻ്റെ മാതാപിതാക്കൾ കരുതി. അവർ ആ കുഞ്ഞിനെ ഒരു ഡോക്ടറെ കാണിച്ചു. എങ്കിലും കുട്ടിക്ക് പ്രശ്നങ്ങളൊന്നും ഉള്ളതായി കണ്ടെത്താൻ കഴിഞ്ഞില്ല. വൈകി സംസാരിച്ചു തുടങ്ങിയ അവന് സ്കൂളിലും ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. പതിവ് പഠന രീതികളോടും കാണാതെ പഠിക്കുന്ന സ്വഭാവത്തോടും അവനൊട്ടും താല്പര്യമില്ലായിരുന്നു. ക്ലാസ് മുറികളിൽ മറ്റുള്ളവർ വേഗത്തിൽ ഉത്തരം നൽകുമ്പോൾ അവൻ മാത്രം എപ്പോഴും ചിന്തകളിൽ മുഴുകിയിരുന്നു. ഭൗതിക ശാസ്ത്രത്തിലും കണക്കിലും മാത്രമാണ് ആ കുട്ടി താല്പര്യം കാണിച്ചത്. അവിടെ ചോദിക്കുന്ന ചോദ്യങ്ങളോടൊക്കെ ആവട്ടെ അധ്യാപകരെ ദേഷ്യം പിടിപ്പിക്കുകയും ചെയ്തു. ദേഷ്യം വന്ന ഒരു അധ്യാപകൻ ഒരിക്കൽ അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, "നീ ജീവിതത്തിൽ ഒന്നുമാകാൻ പോകുന്നില്ല" എന്ന്. ജീവിത സാഹചര്യങ്ങളിൽ സ്കൂള് മാറേണ്ടി വന്ന ആ കുട്ടി സ്വയം പഠിക്കാൻ തുടങ്ങി. ബിരുദശേഷം അധ്യാപന ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിച്ചെങ്കിലും സർവകലാശാലകൾ അവനെ സ്വീകരിച്ചില്ല. 23 വയസ്സുള്ളപ്പോൾ ഒരു പേറ്റന്റ് ഓഫീസിൽ സാധാരണ ക്ലർക്കായിട്ട് ആ കുട്ടി ജോലിക്ക് കയറി. പകൽ മുഴുവൻ മറ്റുള്ളവരുടെ കണ്ടുപിടുത്തങ്ങൾ പരിശോധിച്ച ആ ക്ലർക്ക് ഒഴിവു സമയങ്ങളിൽ തൻ്റെതായ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. 3 വർഷങ്ങൾക്ക് ശേഷം തൻ്റെ 26ാമത്തെ വയസ്സിൽ അവൻ താൻ കണ്ടെത്തിയ ഉത്തരങ്ങൾ 4 പ്രബന്ധങ്ങളാക്കി ഒരു ജർമ്മൻ ശാസ്ത്ര ജേർണലിൽ പ്രസിദ്ധീകരിച്ചു. ഇന്നും നമ്മൾ പിന്തുടരുന്ന ആധുനിക ഭൗതിക ശാസ്ത്രത്തിൻ്റെ അടിത്തറ പാകിയ 4 പ്രബന്ധങ്ങളായി തീർന്നു അവ. പഠിക്കാൻ ബുദ്ധിയില്ലെന്ന് കരുതിയ, അധ്യാപകർ മണ്ടനെന്ന് വിളിച്ച, 23 വയസ്സ് മുതൽ 30 വയസ്സ് വരെ വെറുമൊരു പേറ്റന്റ് ക്ലർക്കായി ജോലി ചെയ്ത ആ മനുഷ്യനാണ് നമ്മൾ ഇന്നും ഏറെ അത്ഭുതത്തോടെ നോക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സാക്ഷാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ശാസ്ത്ര വിപ്ലവത്തിൻ്റെ കാരണക്കാരനായ മനുഷ്യൻ ആൽബർട്ട് ഐൻസ്റ്റീൻ. ഇന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ 147ാമത്തെ ജന്മദിനമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മറ്റുള്ളവരെ പോലെ ആകാൻ കഴിയുന്നില്ല എന്നുള്ളതോ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതോ അല്ല. നിങ്ങളുടെ മനസ്സ് എവിടെ വ്യാപരിക്കുന്നു എന്നതും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എത്ര കഷ്ടപ്പെടാൻ തയ്യാറാണ് എന്നുമുള്ളതാണ് നിങ്ങൾ ആരായി തീരണം എന്ന കാര്യം നിശ്ചയിക്കുന്നത്, അല്ലേ? സ്റ്റീവ് ജോബ്സ് ഒരിക്കൽ പറഞ്ഞതുപോലെ, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ബഹളത്തിൽ നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം ഇല്ലാതാക്കാൻ അനുവദിക്കരുത് എന്ന്. അതുകൊണ്ട് മറ്റുള്ളവരുടെ അളവുകോലുകൾക്ക് നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ വിട്ടുകൊടുക്കാതിരിക്കണം. ആത്മവിശ്വാസത്തോടു കൂടി പറന്നുയരണം.